പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപമൊന്നുമല്ല, ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളുടെ മേലിരിക്കുന്നു. ഇവിടെ ഇവർ ജനറലൈസ് ചെയ്യല്ല. എല്ലാരും പാപം ചെയ്തു, ഞങ്ങളുടെ വല്യപ്പന്മാര് പാപം ചെയ്തു, അതൊന്നും അവർ പറയുന്നില്ല. ഇവിടെ പേഴ്സണലി അവർ പറയാണ് അവർ സെയിൻസ്, എന്റെ പാപം എന്റെ മേലിരിക്കുന്നു. അതാ ശരിയായിട്ടുള്ള മാനസാന്തരം. 51-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് പറയുന്നത് എന്താണ്? നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നിർമ്മലനാണ്. അവിടുത്തെ അർത്ഥം സംസാരിക്കുമ്പോൾ നീ നിർമ്മലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാപത്തെ വ്യവഹരിക്കുമ്പോൾ നീ എന്റെ പാപത്തിനെതിരെ നീ ശിക്ഷ വിധിച്ചാൽ എനിക്കൊന്നും തിരിച്ചു ചോദിക്കാനില്ലെന്നാണ് പറയുന്നത്. കാര്യം ഞാനാ പാപം ചെയ്തത്. നമ്മുടെ പാപങ്ങളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം നമ്മുടെ എല്ലാം പ്രശ്നം അതാണ്. നമ്മളെപ്പോഴും അത് എന്റെ കുറ്റമാണോ? ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാണോ, എന്നെ കൊണ്ട് പറയിച്ചതല്ലേ എന്ന്. അപ്പൊ ഞാൻ ചോദിക്കും, പറയിച്ചപ്പോ പറയാൻ ഇരുന്നിട്ടല്ലേ പറഞ്ഞത്? ഒരു ചീത്ത വാക്ക് എന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടണമെങ്കിൽ ചീത്ത വാക്ക് എന്റെ ഉള്ളിൽ ഇരുന്നിട്ടല്ലേ പുറത്ത് ചാടിയത്, അല്ലാതെ ചാടത്തില്ലല്ലോ. ചാടൂ. തേൻകട്ടെ കുത്തിയാൽ മീൻ വെള്ളം പുറത്തു വരത്തില്ല. എന്റെ വായിൽ നിന്നൊരു മോശം വാക്ക് വന്നെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ കൂടാരമായ എന്റെ ഹൃദയമെന്നാണ്. എന്റെ കണ്ണുകളിലും വായിലും ദേഷ്യം വരുന്നെങ്കിൽ ദേഷ്യം ഉള്ളിൽ കിടക്കുന്നുണ്ട്, അല്ലാതെ എന്നെ ദേഷ്യപ്പെടുത്തി. ചിലർ പറയും, ആര് ദേഷ്യപ്പെടുത്തി ഇപ്പൊ എന്തിനാ പെടാൻ പോയത്? ഉള്ളിൽ കിടക്കുന്നതാണ്. ഇതിനൊന്നും ആരെയും കുറ്റം പറയരുത്, സാഹചര്യങ്ങളെ കുറ്റം പറയരുത്. നമ്മുടെ എന്താ അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു, അങ്ങനല്ല. നമ്മൾ അടിസ്ഥാനപരമായി പാപം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. കോപം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് കോപിക്കുന്നത്, അല്ലാതെ കോപം പുറത്തുനിന്ന് വന്നതല്ല. ചീത്ത വാക്കുകൾ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അത് പുറത്തു വരുന്നത്, അല്ലാതെ അന്നേരം പുറത്തുനിന്ന് കയറി വന്നതല്ല. അതുകൊണ്ട് ഇത് എന്റെ കുറ്റമാണെന്ന് സമ്മതിക്കണം. ഞാൻ കോപിക്കുന്നത് എന്റെ കുറ്റമാണ്, ഞാൻ അസൂയപ്പെടുന്നത് എന്റെ കുറ്റമാണ്, ഞാൻ മോശമായി സംസാരിക്കുന്നത് എന്റെ കുറ്റമാണ്, ഞാൻ വഴക്കുണ്ടാക്കുന്നത് എന്റെ കുറ്റമാണ്. ഞങ്ങളുടെ പാപം, ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങളുടെ മേലിരിക്കുന്നു. ഇങ്ങനെയുള്ള കൃത്യമായ പാപബോധം ഇന്നുണ്ടാകണം. നമ്മുടെ സഭകളിൽ ഇതുണ്ടാകണം, വ്യക്തികളിൽ ഉണ്ടാകണം. ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാകണം. അല്ലാതെ ആരെയും പഴിചാരാനും കുറ്റം ചാരാനും നിൽക്കരുത്. കുറ്റം പറയുമ്പോൾ, അപവാദം മറ്റൊരാളെ കുറിച്ച് പറയുമ്പോൾ അത് പിശാചിന്റെ ജോലിയാണ്. പിശാച എന്ത് ചെയ്യുന്നത്? രാപകൽ അപവാദം പറയുന്ന അപവാദി. ആദാമും ഹവ്വായും പാപം ചെയ്തപ്പോൾ അവരെല്ലാവരും കുറ്റം ഏറ്റെടുക്കുകയല്ല. ആദാമിനോട് ചോദിച്ചു, നീ എന്താ നഗ്നനാണെന്ന് നിനക്ക് പറയാൻ കാര്യം? ഞാൻ നിന്നോട് തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ? എന്റെ കുറ്റമല്ല, പിന്നെ ആരുടെ കുറ്റമാണ്? നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു, ഇപ്പൊ ഞാനിപ്പോ എന്നാ വേണം? എന്റെ കുറ്റമല്ല, ഞാൻ വെറുതെ ഇരുന്നപ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു, നിന്നോട് ആരുടെ പറഞ്ഞു എനിക്ക് നിന്നെ എന്റെ തലയെ വലിച്ചു കേട്ടാൻ? ഇപ്പൊ കുറ്റക്കാരൻ ദൈവമായി. ഹവ്വായാണെന്ന് പോലും അല്ല പറയുന്നത്. ആരാന്നാ പറയുന്നത്? ദൈവമാണെന്നാ. കാര്യം ഞാൻ തന്നെ ഇരുന്നപ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു, നിന്നോടാണ് പറഞ്ഞു ഇതിനെ എന്റെ തലയെ വലിച്ചു കെട്ടി വെക്കാൻ. കുറ്റം ഏറ്റെടുക്കുകയല്ല. കുറ്റം ആരുടെ മേലെ ഏൽപ്പിച്ചു? ഭാര്യയെ ഏൽപ്പിച്ചു. ഹവ്വയോട് ചോദിച്ചു, നീ തിന്നോ? എന്റെ കുറ്റമല്ല. ഈ പാമ്പിനെ പോലുള്ളതിനെയൊക്കെ ഈ തോട്ടത്തിൽ കൊണ്ടിടാൻ നിന്നോട് ഞാൻ ആരോടും പറഞ്ഞു. ഓരോ പ്രാവശ്യവും മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കേണ്ടതായ പ്രവൃത്തിയെ ഇല്ലാതാക്കുകയാണ്. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം, നമുക്ക് കാര്യം പറഞ്ഞു തീർക്കാം. എത്ര കടുംചുവപ്പാണ് നമ്മുടെ പാപമെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ എന്റെ കുറ്റമല്ലെന്ന് പറയുന്നവനെ നന്നാക്കിയെടുക്കാനോ രക്ഷിക്കാനോ മാറ്റാനോ രൂപാന്തരപ്പെടുത്താനോ കർത്താവിന് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ഈ വ്യാജ ആത്മീയത മനുഷ്യനിൽ പാപബോധം വളർത്തുന്നതിന് പകരം പാപമേ ഇല്ലെന്നാ പഠിപ്പിക്കുന്നത്. പാപം ഏറ്റു പറയണ്ടെന്നാ പറയുന്നത്. ഇത് ദുരുപദേശമല്ലാതെ എന്താണ്?
അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ മേൽ ഇരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന, അതിപ്പം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു പാപവും ചെയ്യാത്ത ആരും അങ്ങനെ പ്രാർത്ഥിക്കണ്ട. പക്ഷെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടായെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോയെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ. അപ്പൊ രക്ഷിക്കപ്പെട്ടവനിലും എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? പാപം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പാപം സംഭവിച്ചാൽ ഒരു കുഴപ്പമില്ലെന്നല്ല. എന്ത്? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തൻ. ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥൻ അവിടെ ഉണ്ട്. പക്ഷെ കാര്യസ്ഥൻ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ പാപം ഏറ്റുപറയുന്നവന് വേണ്ടി അവിടെ ഒരു കാര്യസ്ഥനുണ്ട്. 1-ാം അധ്യായം 2-ാം അധ്യായം ഒന്നിച്ച് വായിച്ചാലേ പറ്റുള്ളൂ. യോഹന്നാന്റെ ലേഖനം, 1 യോഹന്നാന്റെ ലേഖനം. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പാപം ചെയ്യാൻ എഴുതിയിരിക്കുന്നല്ല, പാപം ചെയ്യാതിരിക്കേണ്ടതിന്. അല്ലാതെ പാപം ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന്. കാരണം ഒരു കാര്യസ്ഥൻ അവിടെ ഉണ്ട്. നീ പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ പോലും കർത്താവ് ദൈവത്തിന്റെ പിതാവിന്റെ സന്നിധിയിൽ ഒരു അഡ്വക്കേറ്റായിട്ട് പോയി നിൽക്കുക. പക്ഷെ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ പാപം അവൻ ചെയ്തതാണെന്ന നിലയിലാണ് പോയി നിൽക്കുന്നത്. നിന്റെ അഡ്വക്കേറ്റിനെ പിന്നെ നീ നാണം കെടുത്തുകയാണ്. പിതാവിന്റെ സന്നിധിയിൽ ദുഃഖത്തോടെയും ലജ്ജയോടും കൂടെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പാപം കർത്താവ് ക്ഷമിക്കുമോ എന്ന് ചോദിച്ചാൽ ക്ഷമിക്കും. പക്ഷേ ക്ഷമിക്കുമെങ്കിലും അതിനുവേണ്ടി പിതാവിന്റെ സന്നിധിയിൽ വീണ്ടും എനിക്ക് വേണ്ടി ലജ്ജയോടെ അവന് പോയി നിൽക്കേണ്ടി വരും. അത് ഓർക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ പാപം ചെയ്യാൻ പോകത്തില്ല. കാര്യം എനിക്ക് വേണ്ടി രക്തം തന്ന് എന്നെ വീണ്ടെടുത്ത കർത്താവിനെ വീണ്ടും ലജ്ജിതനാക്കുന്ന ഒരു പ്രവൃത്തി എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അതാണ് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ. കാര്യസ്ഥൻ ഉള്ളതുകൊണ്ട് പാപം ചെയ്തോളാനല്ല, കാര്യസ്ഥൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന്. കാരണം അവനെ നിങ്ങൾ ലജ്ജിപ്പിക്കരുത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പാപബോധം ഉണ്ടാകണം. ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലിരിക്കുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. അവർ പറയാണ്, എടാ എനിക്ക് ജീവിക്കാൻ അവകാശമില്ല. അതായത് ഞാൻ ചെയ്ത പാപത്തിനനുസരിച്ച് ദൈവം എന്നെ കൊന്നാലും എനിക്ക് തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല. എനിക്കവൻ ജീവൻ തന്നാൽ അത് അവൻ എന്നോട് കാണിക്കുന്ന കരുണ മാത്രമാണ്, അല്ലാതെ എനിക്ക് അവകാശപ്പെട്ടതല്ല. പ്രിയമുള്ളവരെ, നിത്യജീവൻ എന്റെ സ്വാഭാവിക അവകാശമല്ല. ആണോ? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എനിക്ക് സ്വാഭാവികമായി കിട്ടേണ്ടത് തീപ്പൊയ്കയാണ്. സ്വാഭാവിക അവകാശമാണെങ്കിൽ പോയി പിടിച്ചു വാങ്ങിക്കാമായിരുന്നു. ഇത് സ്വാഭാവിക അവകാശമല്ല, പ്രത്യുത അവന്റെ കരുണയാണ്. എനിക്ക് ലഭിക്കാൻ സാധ്യതയല്ല, എനിക്ക് ലഭിക്കാൻ കഴിയാത്ത ഒരു കാര്യം ദൈവം കരുണ തോന്നി എനിക്ക് തരികയാണ്. അതുകൊണ്ട് ഇവിടെ മാനസാന്തരപ്പെടുന്ന ഇസ്രായേലിലെ വ്യക്തികൾ എല്ലാവരും അല്ല, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അതിക്രമങ്ങളും ഞങ്ങളുടെ മേലിരിക്കുന്നു, ഞങ്ങൾ മരിക്കേ ഉള്ളൂ, ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല. അതാണ് സ്വാഭാവികത. നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ സ്വാഭാവികമായ ശിക്ഷ അതാ. ജോണി എറിക്സനെ കുറിച്ച് ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ജോണി 16 വയസ്സുള്ളപ്പോൾ ഡൈവിംഗ് ആക്സിഡന്റിൽ ടോട്ടലി പാരലൈസ്ഡ് ആയ ഒരു പെൺകുട്ടിയാണ്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒത്തിരി പ്രായമുണ്ട്. അപ്പൊ അവരൊരു ദിവസം കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് അപ്പനോട് ചോദിച്ചു, ഡാഡി ഞാൻ എന്ത് ചെയ്തിട്ടാ എനിക്കിങ്ങനെ പറ്റിയത്? ഉടനെ ഡാഡി പറഞ്ഞു, മോളെ നീ ചെയ്ത പാപത്തിന്റെ ഫലമാണിതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പറയാറില്ലേ, കർത്താവേ ഞാൻ ചെയ്ത പാപങ്ങൾ വെച്ച് നോക്കിയാൽ നിത്യ നരകമാണ് എനിക്ക് ലഭിക്കേണ്ടിയിരുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായി അവകാശപ്പെട്ടത് നിത്യ നരകമാണ്. അവിടെ നമ്മളെ തള്ളിക്കളഞ്ഞില്ലല്ലോ. നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, നീ പാരലൈസ്ഡ് ആയി, അത്രയല്ല ഉള്ളോ, നരകത്തിലേക്ക് കർത്താവ് വിട്ടില്ലല്ലോ. സ്വാഭാവികമായി എനിക്ക് ലഭിക്കുന്നത് നിത്യ നരകമാണ്. അതിനെ മാറ്റിയിട്ട് ദൈവം എനിക്ക് എന്തെല്ലാം തന്നാലും അത് കൃപയാണ്. എന്റെ സുഹൃത്ത് മാത്യു പറയുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തോട് നമുക്ക് ചോദിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, ശ്വാസം. കാര്യം ഇതില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ലല്ലോ. അതിൽ കൂടുതൽ എന്തോ തന്നാലും ദൈവത്തിന്റെ മഹാകരുണയാണ്.
ജീവിച്ചിരിക്കണമെങ്കിൽ എന്നുണ്ടല്ലേ പറ്റുള്ളൂ, ശ്വാസം വേണം. അത്രയും വേണമെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചു. അതിൽ കൂടുതൽ എന്തോ അവൻ തന്നാലും അവന്റെ മഹാകരുണയാ. അതിന് നമുക്ക് യോഗ്യത ഉണ്ടായിട്ട് തന്നതല്ല. നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കാൻ കഴിയില്ലേ? ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് വലിയ മാനസാന്തരം ആവശ്യമാണ്. അവർ പറയാ, ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് അവര് പറഞ്ഞപ്പോൾ, അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ കർത്താവ് പറഞ്ഞു, അല്ല, നീ മരിക്കാൻ എനിക്ക് മോഹമില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ യോഗ്യരല്ല എന്ന് പറയുമ്പോഴാണ് ദൈവം സമാശ്വാസത്തിന്റെ ദൂതുമായി വരുന്നത്. അല്ലാതെ യോഗ്യതയും പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന ആരെയും ദൈവം ഒന്നും തരാൻ പോകുന്നില്ല. നമുക്കറിയാം, പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, കർത്താവേ, ഞാൻ ഈ പാപികളെ പോലല്ല, അവനെ പോലല്ല, ഇവനെ പോലല്ല, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഞാൻ പതാരം കൊടുക്കുന്നു, ഞാൻ നേടുന്നതൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അവൻ പറയുന്നത്, നിനക്ക് നിന്റെ കൂട്ടത്തിൽ കൂടാൻ കിട്ടുന്നൊക്കെ ഇതുപോലുള്ള ചുങ്കക്കാര്, പാപികള്, അവനെ പോലെ, ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തതിനാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവനിലേക്ക് തന്നെ നോക്കി സംതൃപ്തിയോടുകൂടെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ മനസ്സില്ലാതെ മാറത്തടിച്ച്, പാപിയായ എന്നോട് കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായിപ്പോയി. മറ്റവൻ അങ്ങനല്ല. എനിക്ക് ന്യായമായ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നവൻ, ഞാൻ പറയട്ടെ, നമ്മൾ ആരായി പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ? ഞങ്ങളുടെ ഒരു മിഷണറിയുടെ ഭാര്യ, ഒരു കുഞ്ഞ്, അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോഴത്തേക്ക്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകുമെന്ന് പോലും ചിന്തിച്ചതല്ല. ബട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുഞ്ഞ് മരിച്ചു പോകും. കുഞ്ഞുണ്ടായി. മരണകരമായ രോഗവുമായിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത്. ഒരാള് ആ മിഷണറുടെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, വിട്ടുകൊടുക്കരുത്, നമ്മുടെ അവകാശമാ, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ഈ മിഷണറുടെ ഭാര്യ തിരിച്ചു ചോദിച്ചു, ആന്റി, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എന്റെ കയ്യിലല്ലല്ലോ, ഞാൻ ദൈവത്തിന്റെ കയ്യിലല്ലേ? പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ എന്താ, ദൈവം എന്റെ കയ്യിലല്ല, ഞാൻ എവിടെയാ? ദൈവത്തിന്റെ കയ്യിലാ. അവന് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ. അമ്മ പറയുന്നതാണ്, ഈ കുഞ്ഞെനിക്ക് വേണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് അവനിത് തരും, ഇല്ലെങ്കിൽ വേണ്ട. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. ആരെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാന്? ഇതിനാ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ സത്യാഗ്രഹം ഇരിക്കുന്ന പോലാണോ? കാര്യം സാധിക്കുവോളം എന്നൊക്കെ പറയാൻ? നോ. ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നമുക്ക് യോഗ്യതയില്ല. നമുക്ക് യോഗ്യതയില്ലെന്ന് പറയുമ്പോഴാണ് ദൈവം സമാശ്വാസവുമായി വരുന്നത്. ഇവര് പറയുന്നു, ഞങ്ങൾ മരിക്കേ ഉള്ളൂ, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ 11-ാം വാക്യത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നതാണ്, ഞങ്ങൾ എങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ പറയുന്നു. 11-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവ് എന്റെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു എന്ന് അവരോട് പറയുക. കർത്താവ് പ്രവാചകങ്ങൾ പറയാ, ഓക്കെ, നിനക്ക് മനസ്സിലായല്ലോ നിനക്ക് ജീവിക്കാനുള്ള അവകാശമില്ലെന്ന്, പക്ഷേ ഒരു ദുഷ്ടനും മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്റെ ആഗ്രഹം മുഴുവൻ എന്താണ്? എല്ലാവരും ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഒരു കാരണവശാലും നീ നശിച്ചു പോകേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞു ഞങ്ങൾ നശിക്കേ ഉള്ളെന്ന്. അവൻ പറഞ്ഞു എനിക്ക് യോഗ്യതയില്ലെന്ന്. ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനാണ്, നീ എന്നെ കൊന്നാലും എനിക്ക് തിരിച്ചൊന്നും അവകാശപ്പെടാനില്ല. കർത്താവ് പറഞ്ഞു, ഇല്ല, നീ മരിക്കയില്ല.
വിട്ടൻ കണ്ണ